നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വലിയ ട്വിസ്റ്റാണ് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ചിൽ ഈ കേസ് പരിഗണനയ്ക്കെത്തിയപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്തു സംഭവിക്കുമെന്നറിയാൻ. കോടതി ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു. ഇത് വളരെ ഗൗരവമേറിയൊരു അപേക്ഷയാണ്. ഈ അപേക്ഷയിൽ അങ്ങനെ ധൃതി പിടിച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിശദമായ വാദം കേൾക്കണം. ഹൈക്കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കിട്ടുമ്പോൾ പൊതുവെ സംഭവിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റ് കക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയാണ്. ആ കക്ഷികൾക്ക് ഹാജരാവാൻ സാഹചര്യവും സമയം കൊടുക്കണം. അതുകൊണ്ട് കോടതി പറഞ്ഞു, നമുക്ക് വിശദമായ വാദം കേൾക്കാം. പ്രോസിക്യൂഷനും ഇരയുടെ അഭിഭാഷകർക്ക് പറയാനുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ളത് പറയട്ടെ. നിങ്ങളോടൊപ്പം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പറയുന്നതിനോടൊപ്പം തന്നെ അവരുടെ വാദം കൂടി കേട്ടിട്ട് തീരുമാനമെടുക്കാം. അതിന് സമയം വേണം. അങ്ങനെ 15-ാം തീയതിയിലേക്ക്, അതായത് ഇന്ന് 6-ാം തീയതിയാണ്, ഏതാണ്ട് ഒരാഴ്ചയിലധികം 9 ദിവസം നീട്ടിവെച്ചു. ഇനി വരാൻ പോകുന്ന തിങ്കളാഴ്ച, അതായത് ഈ തിങ്കളാഴ്ചയല്ല, അത് കഴിഞ്ഞത്തെ തിങ്കളാഴ്ചയാണ് 15-ാം തീയതി. അന്നായിരിക്കും കേസ് പരിഗണിക്കുക. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ എസ് രാജീവ്, അദ്ദേഹം ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ അഭിഭാഷകരിൽ ഒരാളാണ്, ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള അഭിഭാഷകരിൽ ഒരാളാണ് എസ് രാജീവ്. അദ്ദേഹം കോടതിയോട് ആവശ്യപ്പെട്ടു, ഈ കോടതി പരിഗണിക്കുന്ന സമയത്ത് എൻ്റെ കക്ഷി അറസ്റ്റിലാവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നോട്ട് അറസ്റ്റ് പ്രഖ്യാപിക്കണം. അതൊരു ട്രിക്കി ഡിമാൻഡാണ്. വാസ്തവത്തിൽ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ഹൈക്കോടതി ഒരു കേസ് പരിഗണിക്കുമ്പോൾ അറസ്റ്റ് പാടില്ലെന്നാണ്. പക്ഷെ പിണറായിയുടെ പോലീസിന് അങ്ങനെയൊന്നുമില്ല. ഹൈക്കോടതിയല്ല, സുപ്രീം കോടതി പരിഗണിച്ചാലും അവർ അറസ്റ്റ് ചെയ്യും. അത്തരമൊരു കീഴ്വഴക്കം കേരള പോലീസ് പാലിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ ഹൈക്കോടതി നോട്ട് അറസ്റ്റ് പ്രഖ്യാപിച്ചു. എന്ന് വെച്ചാൽ ഈ കേസ് ഇനി പരിഗണിച്ച് അതിലൊരു തീരുമാനം പറയുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇത് വലിയൊരു ട്വിസ്റ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 10 ദിവസമായി ഒളിവിലാണ്. ഈ 10 ദിവസത്തിനിടയിൽ രാഹുലിനെ തപ്പിപ്പിടിക്കാൻ പോലീസ് പല സംസ്ഥാനങ്ങളിലേക്ക് പോയി. എല്ലാ പോലീസ് ജില്ലാ മേധാവികളും ഇപ്പോൾ പ്രധാനപ്പെട്ട ചുമതലയായി ഏറ്റെടുത്തിരിക്കുന്നത് മാങ്കൂട്ടത്തെ കണ്ടുപിടിക്കലാണ്. ചാനലുകളും നമ്മുടെ സോഷ്യൽ മീഡിയയും രാഹുലിന്റെ മരണം ഏതാണ്ട് ഉറപ്പാക്കിയിരിക്കുന്നു. അവർ മരിച്ചു കഴിഞ്ഞു, അവനിനി ശവമടക്കം മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന തരത്തിലാണ് വലിയ ആഘോഷം. ചിലർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് രാഹുലിന്റെ വീട്ടിലെ നായ്ക്കുട്ടികളെ കൂടി പരിശോധിക്കണം, അവർക്ക് എന്തെങ്കിലും ശാരീരിക പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാവുന്നതിന്റെ പരമാവധി അധിക്ഷേപിക്കുന്നു. രാഹുലിനെ പിന്തുണയ്ക്കുന്നെന്ന് ആരോപിച്ചുകൊണ്ട് മറുനാടിന്റെ മേൽ കുതിര കയറുന്നു. വാസ്തവത്തിൽ രാഹുലിന്റെ അധാർമിക പ്രവർത്തികളെ അനുകൂലിക്കുന്നവരല്ല ഞങ്ങൾ. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കുറച്ചുകൂടി ശ്രദ്ധയും ജാഗ്രതയും വേണമായിരുന്നു. രാഹുൽ ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാന മോഹം കൊടുത്ത് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ സമ്മതത്തോടു കൂടിയുള്ള ഒരു ബന്ധത്തെ ബലാത്സംഗമാക്കി ചിത്രീകരിക്കുന്നതും അതിന്റെ പേരിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളി എന്ന ചാപ്പകുത്തി അടിച്ചാക്ഷേപിച്ച് കൊന്നു തള്ളി ശവമടക്കാൻ ശ്രമിക്കുന്നതും ഉചിതമല്ല. അയാളും ഒരു മനുഷ്യനാണ്, അയാൾക്ക് അമ്മയും പെങ്ങളുമുണ്ട്. ആ മനുഷ്യത്വം അയാളോട് കാണിക്കണം. അയാൾ ഒരു കൊടും ക്രിമിനൽ അല്ല. അയാൾ ചെയ്തത് ഒരു പൊതുപ്രവർത്തകൻ ചെയ്യരുതാത്ത കാര്യമാണ്. എന്നാൽ അയാൾ ഒരു കൊടും ക്രിമിനലെ എന്ന തരത്തിൽ ഒരു ഗോവിന്ദചാമിയാക്കി ചിത്രീകരിക്കുന്നതിനൊരു എതിർപ്പാണ്. ഗോവിന്ദചാമിക്കെതിരെ ഇത്രയും വലിയ ഒരു സോഷ്യൽ മീഡിയ യുദ്ധം ഉണ്ടായിരുന്നില്ല. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴാണ് മറുനാടൻ പിന്തുണയ്ക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയും ചാനലുകളുമൊക്കെ ശവദാഹത്തിന് വേണ്ടി വിറകടുക്കിക്കൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ കുഴി വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഹൈക്കോടതി കേസെടുക്കുന്നത്. വ്യാഴാഴ്ച പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ജാമ്യാപേക്ഷ തള്ളുന്നു. വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നു. ശനിയാഴ്ച കോടതി അറസ്റ്റ് തടയുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ വേഗതയിലുള്ള ഒരു നീതി നിർവഹണമാണ്. വിറകടുക്കി കഴിഞ്ഞ് ശവദാഹത്തിന് വേണ്ടി തീ കൊളുത്തുന്നതിന് തൊട്ടു മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ കണ്ണു തുറന്നിരിക്കുന്നത്. ഇത് പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഈ നാട് കണ്ട ഏറ്റവും വലിയ ധാർമ്മിക യുദ്ധം വിജയിച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അതിശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നവർക്കൊരു തിരിച്ചടിയായി. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. അത്ര ആവേശത്തിലായിരുന്നു അവർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശവമടക്കിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസകരമായൊരു വിധിയാണ്. കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ രാഹുൽ അതീവ ജാഗ്രതയോടെ കഴിയുമ്പോൾ, രാഹുലിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്ന് മാധ്യമങ്ങൾ എഴുതുമ്പോൾ, രാഹുലിന്റെ ഡ്രൈവറെയും ജീവനക്കാരെയും ഒക്കെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അടിയന്തരാവസ്ഥ കാലത്ത് പോലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ 24 മണിക്കൂറിലധികം കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ കസ്റ്റഡിയിൽ വയ്ക്കുമ്പോൾ ഒക്കെ രാഹുലിന് കിട്ടാവുന്ന ഒരു ജീവവായു തന്നെയാണിത്. ഒറ്റയ്ക്ക് പൊരുതണം രാഹുൽ. CPM-ലായിരുന്നെങ്കിൽ പാർട്ടിക്കാർ കൂടെ നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ മൗനമെങ്കിലും പാലിക്കുമായിരുന്നു. ഇവിടെ ഏറ്റവും അധികം ചെളിവാരി എറിയുന്നതും ഏറ്റവും വലിയ ആക്രമണം നടത്തുന്നതും കോൺഗ്രസ്സുകാരാ, സ്വന്തം പാർട്ടിക്കാരാ. ആ ഒരു പ്രതിസന്ധിക്കിടയിൽ രാഹുലിന് കിട്ടിയ ഒരു വലിയ ആശ്വാസ വാർത്തയാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധി. സാധാരണഗതിക്ക് ഹൈക്കോടതി ഒരു പ്രതിക്ക്, അതും ഇത്രയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിക്ക്
നോട്ട് അറസ്റ്റ് കൊടുക്കണമെങ്കിൽ അതിൽ മെറിറ്റ് ഉണ്ട്, അയാളുടെ വാദത്തിന് മെറിറ്റ് ഉണ്ട് എന്ന ഒരു പ്രാഥമിക തോന്നലുണ്ടാവണം. ആ തോന്നലുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കേസ് കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിശദമായി തന്നെ രാഹുലിനെ തൻ്റെ വാദങ്ങൾ ഇനി കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അത് കേട്ടതിന് ശേഷം മാത്രമേ കോടതി തീരുമാനമെടുക്കൂ. ഇവിടെ ഏറ്റവും നിർണായകമായത് മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിലയിരുത്തലുകളാണ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇതിൽ രാഷ്ട്രീയം ഉണ്ട് എന്നത് തള്ളിക്കളയാൻ കഴിയില്ല. പരാതിയും പരാതി വൈകിയതും അതിൻ്റെ സാഹചര്യവും ഒക്കെ മനസ്സിലാക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിയിൽ പൊളിറ്റിക്സ് ഉണ്ട്, രാഷ്ട്രീയമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരോപണം തള്ളിക്കളയുന്നില്ല എന്ന് പറഞ്ഞു തന്നെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. എന്ന് മാത്രമല്ല, ബലാത്സംഗം നിലനിൽക്കുമെന്ന് ആ ഉത്തരവിലൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. കോടതി ആകപ്പാടെ പറയുന്നത് ഗർഭചിത്രം നിയമവിരുദ്ധമാണ്, സമ്മതമില്ലാതെയാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു കേസ് എത്തുമ്പോൾ കോടതി പരിഗണിക്കുന്നത് താഴത്തെ കോടതിയുടെ വിധിയിലെ പരാമർശങ്ങളും കണ്ടെത്തലുകളുമാണ്. ആ കണ്ടെത്തലുകളിൽ എന്തെങ്കിലും നിയമപരമായ പ്രശ്നമുണ്ടോ എന്ന് കോടതി നോക്കും. അതിൻ്റെ അകത്ത് നിയമപരമായ പ്രശ്നങ്ങളില്ല. ആ കോടതി ചില മെറിറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മെറിറ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി നിഗമനങ്ങളിലെത്തുക. അങ്ങനെയാണ് ഇപ്പോൾ രാഹുലിന് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് രാഹുലിന് പുറത്തു വരാൻ കഴിയുമോ? കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ പുറത്തു വന്നാൽ രാഹുലിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. കോടതി രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ എടുക്കും. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ രാഹുലുമായി അവർ കൈവിലങ്ങ് വെച്ച് തെളിവെടുപ്പിന് പോകും. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധിക്ക് പോലീസ് വില കൊടുക്കാത്തതെന്ന്? ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് രാഹുലിനെതിരെ ഒരു കേസും എടുക്കരുതെന്നല്ല. ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്ന ഒരു യുവതി കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗവും ഗർഭചിത്രവും അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയെടുത്തിരിക്കുന്ന കേസിൽ അറസ്റ്റ് ചെയ്യരുതെന്നാണ്. മറ്റേതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല. രാഹുലിനെതിരെ രണ്ടാമതൊരു ബലാത്സംഗ കേസ് കൂടി എടുത്തിട്ടുണ്ട്. ആ ബലാത്സംഗ കേസ് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ രാഹുലിനെതിരെ KPCC പ്രസിഡന്റിന് കൊടുത്ത ഒരു പരാതി KPCC DGPക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ FIR എടുത്തതാണ്. എന്നാൽ FIRന്റെ അടിസ്ഥാനത്തിൽ ആ യുവതിയുടെ മൊഴി എടുത്തിട്ടില്ല. യുവതിയെ കൊണ്ട് മൊഴി കൊടുപ്പിക്കാൻ കടുത്ത സമ്മർദ്ദമാണ്. ആ യുവതിയെ കൊണ്ട് മൊഴി കൊടുപ്പിച്ച് കേസ് സജീവമാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. യുവതി മൊഴി കൊടുത്താലും ഇല്ലെങ്കിലും ബലാത്സംഗ കുറ്റം ചുമത്തിക്കൊണ്ട് മറ്റൊരു FIR ഇടുമ്പോൾ സ്വാഭാവികമായും പോലീസിന് അറസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല. എവിടെയാണോ ഒളിവിൽ താമസിക്കുന്നത് അവിടെ തന്നെ താമസിക്കേണ്ടി വരും. രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എവിടെയാണോ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സെഷൻസ് കോടതിയിൽ കൊണ്ടുപോയി അപേക്ഷ കൊടുക്കണം, ജാമ്യാപേക്ഷ കൊടുക്കണം. ആ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടായാൽ മാത്രം ഒന്നുകിൽ ജാമ്യം അനുവദിക്കണം, അല്ലെങ്കിൽ നോട്ട് അറസ്റ്റ് പ്രഖ്യാപിക്കണം. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസിന് കഴിയൂ. അതുകൊണ്ട് തന്നെ രാഹുൽ തൽക്കാലം പുറത്തേക്ക് വരില്ല എന്നാണ് കണക്കാക്കുന്നത്. രാഹുലിന് വേണ്ടി രണ്ടാമത്തെ കേസിൽ ഇന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നും തിങ്കളാഴ്ചയോടുകൂടി അതിൽ തീരുമാനമുണ്ടാകുമെന്നും കണക്കാക്കപ്പെടുന്നു. എന്തായാലും രാഹുലിന് തൽക്കാലം ആശ്വാസത്തോടെ ഉറങ്ങാം. കാരണം ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നെങ്കിൽ സുപ്രീം കോടതി വരെ പോകാൻ രാഹുലിനെ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു.